എന്താ വിളിക്കണ്ടേ? ഇൻഫ്ലുവൻസർ വിളിക്കണോ, ആക്ട്രസ്, പ്രൊഡ്യൂസർ? പക്ഷേ ഷീ യൂസ് ടു എപ്പോഴും എഡിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ എഡിറ്റ് വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കോണ്ടന്റ് ഉണ്ടാക്കുന്ന എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു എപ്പോഴെങ്കിലും ബ്ലോ അപ്പ് ആവുക. കോവിൽ വരെയാന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇറ്റ്സ് ലൈക്ക് അതിലെ പ്രോപ്പർ ഫോളോവറാ. പ്രോപ്പർ ഫോളോവറാ. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കള്ളം പറയുന്നവരാണ്. ബൂസ്റ്റ് ലെയർ പരസ്പരം നിങ്ങൾ കാണുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ട്. ഗുഡ് ലിസണർ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. എങ്ങനെയാ സിനിമ ശരിക്കും സംഭവിക്കണ? കപ്പ് ഈ ബേസിക്കലി ഇപ്പൊ മാത്യു പറഞ്ഞ പോലെ ദ ഗോൾഡ് ആയ ട്രോഫി ആണെങ്കിലും ഇപ്പൊ ഇറ്റ് ഈസ് കുറച്ച് പ്രിഡിക്റ്റബിൾ ആണെങ്കിലും കണ്ണന്റെ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് കാരണം വേറെ കുറെ കുട്ടി കുട്ടി സ്റ്റോറീസ് ഉണ്ട് അതില്. സോ ആ സ്റ്റോറി വെച്ച് കണക്ട് ചെയ്യുമ്പോ അവസാനം വേറെ കുറെ ടേൺസ് വന്ന് അവസാനം കപ്പിലോട്ട് വരുന്നതാണ്. അങ്ങനെയാണ് ഈ സ്റ്റോറി പോകുന്നത്. എങ്ങനെ ശരിക്കും സിനിമ സംഭവിക്കണേ? ഇതിനു മുമ്പ് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു? ഇതിന് മുമ്പ് ഇല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമായിരുന്നു. ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ഇൻ സ്കൂൾ. പിന്നെ ആക്ടിങ്ങിന് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഈ ഓഫർ കിട്ടിയപ്പോൾ ഞാൻ നല്ല ഓഫറാണെന്ന് ഐ തോട്ട് ഓക്കെ ഐ ഷുഡ് ഗോ ഫോർ ഇറ്റ്. ആൻഡ് ആന്റണി അങ്കിൾ ആണ് പ്രൊഡ്യൂസർ ആൻഡ് എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ആൻഡ് അവര് ആദ്യം ഓഡിഷന് വിളിച്ചു. ഓഡിഷൻ ചെയ്തായിരുന്നു. പിന്നെ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു urban ലൈഫ് സ്റ്റൈൽ ഗേൾ ആണ്, വില്ലേജ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ അങ്ങനത്തെ കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. സോ ഓഡിഷൻ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തപ്പോൾ വർക്ക്ഔട്ട് ആയി. ആൻഡ് എനിക്കിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഈ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാവുന്ന ക്രേസ് ശരിക്കും എങ്ങനെയാ? ഈ കോവിൽ വരെയാന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്റ് ഒക്കെ ഉണ്ടല്ലോ. അതിലെ പ്രോപ്പർ ഫോളോവറാ. മീൻസ് നമ്മള് നല്ല കണ്ടന്റ് ക്രിയേറ്ററെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണല്ലോ അതിന്റെ ഒരു. സോ എങ്ങനെ ഈ എഡിറ്റിംഗ് ക്രേസ് വന്നേ? മോസ്റ്റ്ലി നമ്മളിങ്ങനെ ട്രാൻസിഷൻസും ജസ്റ്റ് ഭയങ്കര ക്ലീഷ ആയിട്ട് എപ്പോഴും കാണാറുണ്ട്. പക്ഷെ വീഡിയോസ് ഭയങ്കര രസമുണ്ട്. ആ വീഡിയോസ് ശരിക്കും എങ്ങനെ ക്രേസ് വന്നു? എനിക്ക് ആക്ച്വലി പണ്ടേ തൊട്ട് എഡിറ്റിങ്ങിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് അത് എഡിറ്റിംഗ് ആണെന്ന് ഞാനത് റിയലൈസ് ചെയ്തില്ല. പക്ഷെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. ഞാൻ ഫോട്ടോഗ്രാഫർ ഓൾസോ. സോ ഞാൻ വീഡിയോസും ഫോട്ടോസും എടുത്ത് പിന്നെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഇമാജിനേഷൻ വരുമ്പോൾ ഞാൻ ആ വീഡിയോസ് ഫോട്ടോസ് എല്ലാം ചേർത്ത് റിതം ഫോളോ ചെയ്ത് അങ്ങനെ എഡിറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ മോസ്റ്റ്ലി എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും വിഷ്വൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇപ്പൊ അതൊരു സോണായി, എനിക്കൊരു കംഫർട്ട് സോണായി. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടി ഞാൻ എഡിറ്റിംഗ് ആണ് ഇങ്ങനെ ചെയ്തത്. ഇറ്റ്സ് അതൊരു ഡ്രോയിങ്, പെയിന്റിങ്, ഡാൻസിങ് അങ്ങനത്തെ ഹോബി പോലെ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് എഡിറ്റിംഗ്, റിതം ക്യാച്ച് ചെയ്യുന്ന. മാത്യുവിനെ അഭിനയിപ്പിക്കായിരുന്നില്ല റീലൊന്നും? മാത്യുവിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെറിയ സെഗ്മെന്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ബെസ്റ്റ് ഓഫ് യു ആൻഡ് വേസ്റ്റ് ഓഫ് യു. ഞാൻ രണ്ടും എക്സ്ട്രീം കാര്യങ്ങൾ പറയാം. ഇവിടെ ചൂസ് പിറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ സീൻസിൽ ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു സീൻ ഏതായിരുന്നു? 2 വർഷമായി ഷൂട്ട് ചെയ്തിട്ട്, അതുകൊണ്ട് കുറച്ച് മെമ്മറി പ്രശ്നങ്ങൾ. ഐ ഡോണ്ട് റിമെമ്പർ. അല്ല, എനിക്ക് തോന്നുന്നത് റാദർ ദാൻ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും ബിഹൈൻഡ് ദ സീൻ ഞങ്ങൾക്ക് വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. ഞങ്ങളെ കുറച്ചധികം പേരുണ്ടായിരുന്നു. എനിക്കറിയാം, എന്റെ ചേട്ടനെ അറിയാം, ഹൃദുവും ഞാനും ആദ്യം മീറ്റ് ചെയ്തേക്കുന്നത്. പടം ഒന്നുമല്ല, ഞങ്ങളല്ലാണ്ട് ഒരു വർക്ക്ഷോപ്പിന് ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് റിയയുടെ ഓഡിഷൻ നടക്കുമ്പോഴും എനിക്കറിയില്ലായിരുന്നു കറക്റ്റായിട്ട് ഹൃദുവാണ് സിസ്റ്റർ. അപ്പൊ ഹൃദു വരും ഇടയ്ക്ക്, വിഷ്ണു ഉണ്ട്, കാർത്തിക് ഉണ്ട്. അപ്പൊ എങ്ങനെ എല്ലാവരും, നമ്മി ചേച്ചി ഉണ്ടാവും, അനികയുണ്ട്. അപ്പൊ എല്ലാരും വരുമ്പോ ഭയങ്കര രസമാണ്. സോ എനിക്ക് സീനിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഓർമ്മയുള്ളത് കുറെ ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റൂമർ എന്തായിരിക്കും? ഞാൻ ആലോചിക്കാം, ഉണ്ടെന്ന് തോന്നുന്നു. എന്നെ പറ്റി ഇൻഡിവിജ്വലി
എന്ത് ഞാൻ ഇല്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ലിയോ ഒക്കെ വന്നപ്പോ ലിയോയിലുണ്ട് അനൗൺസ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് അത് വന്നായിരുന്നു. പക്ഷെ അത് റൂമർ അല്ലാത്തോണ്ട്. പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു. അല്ല എനിക്കുള്ള റൂമർ നീ കേട്ടിട്ടുണ്ട്. ഇല്ല